ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കോളനപ്പുഴ ശ്രീ ലക്ഷ്മി ഗണപതി ക്ഷേത്രത്തിൽ രണ്ടാമത് ഭാഗവത സപ്താഹം ഇന്ന് ആരംഭിക്കുകയാണ്. ആദരണീയ ആചാര്യൻ ബ്രഹ്മശ്രീ മുർക്കനൂർ ഗുരുവായൂർ മേൽശാന്തി ഈ വർഷത്തെയും സപ്താഹത്തിൻ്റെ ആചാര്യൻ ഇവിടെ ഭദ്രദീപം തെളിയിക്കുന്നതോടുകൂടി ഇവിടെ സപ്താഹ ചടങ്ങുകൾ ആരംഭിക്കും. ഇവിടെ ഭദ്രദീപം തെളിയിക്കുന്നത് കീഴ്മണ്ണയൂർ നാരായണൻ ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹം തന്ത്രി കുടുംബത്തിലെ ആചാര്യനാണ്. അദ്ദേഹത്തിന് ഭക്തിയാദരപൂർവ്വം ഭദ്രദീപം തെളിയിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഭദ്രദീപം തെളിയിച്ചു. ഭദ്രദീപം തെളിയിക്കുന്നു. ഈ ഭാഗവത സപ്താഹം സമർപ്പിക്കുന്ന അമ്പാട്ട് നാരായണൻ അവർ ഉണ്ണിയേട്ട ഭദ്രദീപം തെളിയിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഓം ഗണപതയേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രോ തുഭ്യം നമോ നമഃ. ശ്രീലക്ഷ്മീ വരാഹമൂർത്തിയാം വിഷ്ണു വരദാനങ്ങളേകുവാൻ വിരോട് വിളങ്ങുന്നു കരുണാമയനായ സദാ. ഇന്ന് കൊളനാട്ടുകര വരാഹമൂർത്തി ക്ഷേത്രത്തിൽ രണ്ടാമത് ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഭാഗവത സപ്താഹം നടക്കുന്നത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരിനമ്പൂതിരി മുൻ മേൽശാന്തി. അദ്ദേഹം 2 കൊല്ലം ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാൻ സേവനമനുഷ്ഠിച്ച തിരുമേനിയാണ്. നമ്മൾക്കും ഏറെ ഭാഗ്യം സിദ്ധിച്ചു. അദ്ദേഹം ഇവിടെ രണ്ടാമതും ഭാഗവതം ഭഗവാന്റെ കഥകൾ പറയാൻ എത്തിയതിൽ ഈ ഭക്തജനങ്ങൾ ഏറെ സന്തോഷത്താണ്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വളരെ നല്ല ഭാഗ്യവന്മാരാണ്. 2 മൂർത്തികളാണ് നമുക്ക് ഉള്ളത്, ഇടതും വലതും. ഒരു സൈഡിൽ നരസിംഹമൂർത്തി, ഒരു സൈഡിൽ വരാഹമൂർത്തി. അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. ഇവിടെ രണ്ടാമത് ഭാഗവത സമർപ്പണം നടത്തുന്ന അമ്പാട്ട് നാരായണൻ. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വൈശാഖ മാസത്ത് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ നമുക്ക് യോഗം സിദ്ധിച്ചതിൽ ഈ നാടിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും
ഒരിക്കൽ കൂടി ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഈ ആചാര്യന്മാരെ നല്ല കൈയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ. നമുക്ക് അറിയാം, പ്രകൃതി വികൃതി തന്നില്ലെങ്കിലും ഒരു സത്യം മനസ്സിലാക്കണം. നമ്മൾ ഇറങ്ങുമ്പോൾ പറഞ്ഞു ഭഗവാനെ, വരാഹമൂർത്തി, നരസിംഹമൂർത്തി, മഴ നമുക്ക് ഇഷ്ടമാണ്, വെള്ളമില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടും. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഒരു ശക്തി കൊണ്ട്, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് കാലത്ത് ഇവിടെ പല ഭക്തരും അവരുടെ ആ മനസ്സിന്റെ വിഷമം, ആ മഴ പെയ്തപ്പോഴുണ്ടായ, എങ്ങനെയും മഴ പെയ്യണത് നല്ല കാര്യമാണ്, എന്നാലും ഭഗവാൻ ആ ടൈമിൽ നമുക്ക് വിഗ്രഹം കൊണ്ടുവരാനും ഇവിടെ നമുക്ക് അത് ഒരു തടസ്സം കൂടാതെ എത്തിയതിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏറെ മനസ്സിൽ സന്തോഷിക്കുന്ന ഇതൊരു അനുഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷേത്രം തന്ത്രി കുടുംബത്തിലെ തിരുമേനിയിലെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെ ഹൃദ്യമായി ക്ഷണിച്ചു. ഇത് ഇങ്ങനൊരു മഹാസംരംഭത്തിന്, ഇങ്ങനൊരു യജ്ഞത്തിന് പങ്കെടുക്കാനും ഇതുപോലെ ഒരു തുടക്കം കുറിക്കാനും എനിക്ക് സാധിച്ചു വരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സപ്താഹം എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങളുടെ ഇല്ലത്ത് ഈ സപ്താഹത്തിൻ്റെ ഒരു പണ്ട് മുതലേ സപ്താഹം നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഇല്ലത്ത്. അതായത് എനിക്കൊരു 5-6 വയസ്സ് പ്രായമാകുമ്പോൾ ഒരു ധനസഹായം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നല്ല, സപ്താഹം നടത്താനായിട്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ട് ആണ് അന്ന് വായിക്കാന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു ചടങ്ങ് പോലെ അല്ല, നമ്മുടെ ഒരു വഴിപാട് നടത്തുന്ന പോലെയാണ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലാഭേക്ഷ നോക്കിയിട്ടല്ല, ഇന്നും അങ്ങനെ അല്ലാണ്ട് ലാഭേക്ഷ അന്ന് ജീവിച്ചിരുന്ന നമ്മൾ കാരണവന്മാരുടെ ഒരു പുണ്യമായിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഭാരതത്തിനെ കുറിച്ചും ഭാരത മഹാത്മത്തെ കുറിച്ചും പറയാനും എനിക്ക് അത്ര പാണ്ഡിത്യമൊന്നുമില്ല. അവർക്ക് പറയാനായിട്ട് ശേഷം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗോവിന്ദ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹര ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ, ജാനകീകാന്തസ്മരണം, ജയ ജയ രാമ രാമ, ഗോപികാ ജീവനസ്മരണം, ഗോവിന്ദ ഗോവിന്ദ, വെற்றிവേൽ മുരുകനുക്ക് ആഞ്ജനേയ സ്വാമിക്ക് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം,
പവനപുരേശാ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സുകരമൂർത്തേ സുന്ദരമൂർത്തേ ശരണം മേ തവ ചരണയുഗം ഗുരുഭവനപുരേശാ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ നമോ നമ അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ അക്ഷരസ്വരൂപം. ആ അക്ഷരസ്വരൂപത്തെ വീണ്ടും ഒരിക്കൽ കൂടി അനുസ്മരിക്കാനുള്ള അനുഭവിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. ലക്ഷ്മി സമേതനായി വരാഹമൂർത്തിയായും നരസിംഹമൂർത്തിയായും എണ്ണിത്തിളങ്ങുന്ന ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ആ സ്മരണയോടുകൂടി നമുക്ക് ഇന്നത്തെ മാഹാത്മ്യം ആരംഭിക്കാം. ദൈത്യൻ ഭൂമിയെ കൊണ്ടുപോയി കടലിനാഴങ്ങളിൽ താഴ്ത്തവേ അർക്കൻ ആയിരമൊത്തു ചേർന്നു പ്രഭയായി പ്രത്യക്ഷനായി ഭവാൻ ചിത്രം സൂകരവേഷമാർന്നു ഭഗവാൻ ഭൂഗോളമേറ്റി സ്വയം ത്വൽപാദങ്ങളിൽ ഭക്തിപൂർവമടിയൻ നൽകട്ടെ ശ്ലോകാർച്ചന. ദൈത്യൻ തൂണിലടിച്ചു ഹരിയോ പെട്ടെന്നു പ്രത്യക്ഷനായി മായാമാനവസിംഹമായി ഭഗവാൻ ഞെട്ടി ത്രിലോകങ്ങളും ദുഷ്ടൻ തന്നെ മാറുകീറിയലറി പ്രഹ്ലാദനിൽ പ്രീതനായി ത്വൽപാദങ്ങളിൽ ഭക്തിപൂർവമടിയൻ നൽകട്ടെ ശ്ലോകാർച്ചന. ഇനിയുള്ള 7 ദിവസങ്ങളിലായി ആ ഭഗവത് സ്വരൂപത്തിനു മുമ്പിൽ നമ്മൾ നടത്തുന്ന ശ്ലോകാർച്ചനയാണ് ഭാഗവത കഥാകഥനമായി തീരുക. അതിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്മപുരാണത്തിൽ ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മാഹാത്മ്യം 6 അധ്യായങ്ങൾ. അതിൽ ആദ്യത്തെ അധ്യായം ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്യും. അതിനുശേഷം ആ 6 അധ്യായങ്ങളെ അനുസ്മരിച്ച് നമുക്കിന്ന് സമർപ്പിക്കാം. ആദ്യത്തെ അധ്യായം ഭക്തി നാരദ സംവാദം പാരായണം ആരംഭിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഹരിശ്രീ ഗണപതിയേ നമഃ. അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതിയേ നമഃ. അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതിയേ നമഃ. അവിഘ്നമസ്തു. ഗുരുഭ്യോ നമഃ. ഗംഗണപതിയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗം ദക്ഷിണാമൂർത്തയേ നമഃ. വം വ്യാസായ നമഃ. സദ്ഗുരു മഹാരാജ് കി ജയ്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈവായനം വന്ദേ. കൃഷ്ണം വന്ദേ ദാസുദം. അത പ്രഥമോധ്യായ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഗാവ പുത്രേതി തന്മയിതയാതരഭൂമിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. ശ്രേയസാദ്യത്വേച്ഛേയ പാവനാനാം ജപാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വസാധനം തത്വരാധുന ചിന്താമണിലോകസുഖം സുരന്ദ്രസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗികുന്നമം ശ്രീലകുമാര സർവേ സുധാ കഥാ സുധാം പ്രയച്ഛസ്വാഗ്രഹീവസുധാമിവാം ഏവം വിനിമയേതാദേ സുധാരാജ്ഞാ പ്രതീയതാം പ്രവാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതം. അത്ര ദേവീർത്തയിഷ്യാമി ഭക്തിയുക്തം ഗതാനകം ശുഭേന മമയം പ്രോക്തം രഹസ്യം വിചാരിത ഏകദാകി വിശാലായാം ചത്വാര വിഷയോമല സത്സംഗാന്തം സമാജാതത്ര നാരകം കുമാര പൂജോപം ബ്രഹ്മന്തീന മുഖാപുദശിദ്ധാ ഭവാൻ ത്വരിതം പുരസ്സാഗമനന്ദവ ഇതാനും ശൂന്യരിത്വോധീകരവിത്വോ യഥാജന തവേദം മുക്തസംഗസ്യാലോചിതം വദകാരണം ഭാരത ഉവാച അഗന്ധപതിവിജാതോ ജ്ഞാത്വാ സർവോത്തമാവിധി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാതിസുരേഷോക്രമമാണ് ഇതസ്തത താപശം പുത്രൈ ശർമാമനസ്സം ദോഷകാരകം ഹരിനാഥർമ്മവിത്രേണാധരേയം ബാധിതാതുന സത്യനാസുരമശൗചപ്രയാദാനന്ദ ഉദരം പരിണോദീമാമരാഗാകൂടഭാഷണ മന്ദാസുനന്ദമലയോ മന്ദവാദ്യാധിപത്രിക ഭാഷന്തമിരുതാ സന്തോഹിരക്കാസ്മരിജക കരുണീപ്രമുദാകേ കേശാലഗോവിന്ദായക കന്യാഭിത്രൈനോദോദാദമ്പതീനാം ജവർത്തനം ആശ്രമായമനേരുണ്ടാ സിംഹാനി സർവസ്ഥല ദേവനായകനാന്യത്രാവിഷ്ണുനത്താനി ഗോരിഷ യോഗേനൈവ സിദ്ധോപാമജ്ഞാനി സർവയോഗര കലിതാവാണിനേറ്റാര്യ സാധനം അഷ്ടശൂലാ ജനപദാ ശിവശൂലാദിജാതയ കാമിന്യന്വേഷശൂലിന്യാ സംഭവന്തി കലാമിക ഏവം പശ്യന്തോഷം പഞ്ചനന്ദമനീ ഭവൻ രാമനം നളമാമന്നോ ലീലാകരീരഭൂ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. ഭാഗവത സ്വരൂപിയ ഗുരുവായൂരപ്പാദേവ ഭാഗ്യമേ കൂവ വീടുത്തെ കഥകൾ പാടാം. ഭാഗവത സപ്താഹത്തിൽ മാഹാത്മ്യത്തെ ഞങ്ങളിത ഭക്തിപൂർവം നിരയ്ക്കുന്നു ശ്രീവാസുദേവ. നാരായണ 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 രാധാ ഗോവിന്ദ. പാരായണം ചെയ്യും നേരം നാരായണ നിന്റെ വരം കാമരാം ഞങ്ങൾക്കെന്നും ലഭിച്ചിടണേ. പ്രഭാഷണ സമയത്തോ വേണ്ട പോലെ കഥകളെ പ്രണവസ്വരൂപ ഭവാൻ തോന്നിപ്പിക്ക
യവശാല വീടേക്കു വന്നു ചേർന്നു സൂതൻ താനും ഭാഗവത മഹാത്മ്യത്തെ പറഞ്ഞു മെല്ലെ. നാരായണ 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 രാധാ ഗോവിന്ദ. സനകാദി സപ്താഹത്തിൽ നാരദനോ ശ്രോതാവായി സാനന്ദം വന്നു ചേർന്നല്ലോ ഭക്തി ദേവിയും. ആത്മദേവപുത്രൻ ബന്ധുകാരിയാകും പ്രേതത്തിനും ആത്മബോധം വന്നല്ലോ ഗോകർണ ഭക്തിയാ. നാരായണ 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 രാധാ ഗോവിന്ദ. ശുദ്ധമാകും ഗംഗാതീരെ സനകാദി സപ്താഹത്തിൽ ശുഗനെത്തി ഭക്തിയോടെ പറഞ്ഞിടവേ. ശങ്കര പൂജിതനാകും ശ്രീഹരിയും വന്നു ചേർന്നു ശംഖധ്വനി ഉയർന്നല്ലോ മോദം നിറഞ്ഞു. നാരായണ 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 രാധാ ഗോവിന്ദ. ഭാഗവത മഹാത്മ്യത്തെ പൂർണ്ണമായി പറയുവാൻ ഭഗവാനാം അനന്തനും സാധിക്കയില്ല. ഭഗവാന്റെ അക്ഷരസ്വരൂപം തന്നെ ഭാഗവതം. ഭാഗവത മഹാത്മ്യത്തെ ദേവമുരയ്ക്കാം. നാരായണ 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 രാധാ ഗോവിന്ദ. 7 ദിനങ്ങളിലായി ഭാഗവതം സ്മരിക്കുവാൻ ഏകാക്ഷരീപത്തെ നീയും കനിഞ്ഞിടണേ. എപ്പോഴും നിന്നാമങ്ങളെ പാടുവാനും സ്മരിക്കാനും ഏണാംഗവംശീയാം ദേവ ഭക്തി കരണേ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ രാധാ ഗോവിന്ദ. നാരായണ നാരായണ രാധാ ഗോവിന്ദ. ശ്രീവാസുദേവ വായുപുരേശ ഗുരുവാദേശ രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം
മാഹാത്മ്യം ആരംഭിച്ച് തുടങ്ങുന്നത് തന്നെ ആ ശ്രീകൃഷ്ണ ചൈതന്യങ്ങളെ സ്മരിച്ചും കൊണ്ടാണ്. ആരാണോ ഈ ലോകത്തിന്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ, ആരാണോ വ്രജങ്ങളിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകൃഷ്ണൻ, ആരാണോ ദ്വൈപായനായിരിക്കുന്ന ആ കൃഷ്ണൻ, ആരാണോ പൃഥയുടെ സുതനായിരിക്കുന്ന കുന്തിപുത്രനായിരിക്കുന്ന കൃഷ്ണൻ, ആ കൃഷ്ണ ചൈതന്യങ്ങളെ മുഴുവൻ നമസ്കരിച്ചും കൊണ്ടാണ്, വന്ദിച്ചും കൊണ്ടാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം ആരംഭിക്കുന്നത്. ആ ശ്രീകൃഷ്ണൻ എങ്ങനെയുള്ളതാണെന്ന് ആദ്യം പറഞ്ഞു. സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. സച്ചിദാനന്ദ സ്വരൂപനായി സത്ത, ചിത്ത, ആനന്ദം, ഇത് മൂന്നും ചേർന്ന് ഈ ലോകത്തിന്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയങ്ങൾക്ക് കാരണമായി ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള പാപങ്ങളെ ഇല്ലാതെയാക്കുന്ന ആ ശ്രീകൃഷ്ണനെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഗുരുനാഥനായിരിക്കുന്ന ശ്രീ ശിവബ്രഹ്മർഷിയെ നമസ്കരിച്ചു. നൈമിഷാരണ്യത്തിൽ കഥാമൃത രസാസ്വാദ കുശല ശൗനഗോബ്രവീൽ, കഥ കേൾക്കുന്ന ആളുകളുടെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം തന്നെ. 2 സ്തുതി കഴിഞ്ഞാൽ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് കഥാമൃത രസാസ്വാദ കുശല. ഭാഗവതം കേൾക്കാൻ, അതിനെ ആസ്വദിക്കാൻ, അതിന് ഒരു കുശലത വേണമെന്നാണ്. വെറുതെ കേട്ടതുകൊണ്ടായില്ല. കേൾക്കുമ്പോൾ അതിൻ്റെ ആനന്ദം അനുഭവിക്കണമെങ്കിൽ അതിന് ഭഗവാന്റെ ഒരു അനുഗ്രഹം വേണം. അങ്ങനെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് ശൗനക മഹർഷി. ആ ശൗനക മഹർഷി സൂതന്റെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഭാഗവത കഥാകഥനം. ആരാണ് സൂതൻ? രോമഹർഷണൻ എന്ന സൂതന്റെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസ് അല്ലെങ്കിൽ രൗമഹർഷിണി എന്നറിയപ്പെടുന്ന ബലരാമസ്വാമിയുടെ വിശേഷമായ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആ സൂതൻ നൈമിഷാരണ്യത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കാക്കൽ വീട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം, എൻ്റെ കർണങ്ങൾക്ക് രസത്തെ നൽകുന്ന ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരൂ. എങ്ങനെയാണെങ്കിൽ നമുക്ക് കൃഷ്ണപ്രാപ്തി നേടാനായിട്ട് സാധിക്കും. ഭാഗവതം ആ ഒരു വഴിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, കൃഷ്ണപ്രാപ്തിയിലേക്കുള്ള വഴി. കാരണം ഭാരതീയ സംസ്കാരം, ആർഷഭാരത സംസ്കാരത്തിൽ സ്വർഗപ്രാപ്തിക്ക് ഒട്ടും തന്നെ പ്രാധാന്യം കണക്കാക്കണില്ല. കാരണം സ്വർഗത്തിൽ പോയാലും കാര്യമില്ല, അവിടെ പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ സ്വർഗപ്രാപ്തിയല്ല വേണ്ടത്, മറിച്ച് കൃഷ്ണപ്രാപ്തിയാണ് വേണ്ടത്. കൃഷ്ണപ്രാപ്തി നിത്യാനന്ദത്തിന്റെ അനുഭവതലമാണ്. അവിടെ താപത്രയങ്ങൾ ഇല്ലാതെയാവണമെന്ന് മാത്രമല്ല, നിത്യമായ ആനന്ദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അതാണ് ഭാഗവത്തിൽ നമുക്ക് കിട്ടേണ്ടത്. അതിന് പല കഥകളും ഉപകഥകളും ഉപദേശങ്ങളും ഒക്കെയായി ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ കഥകൾ വർണ്ണിച്ചിരിക്കുന്നു. അത് ലീലകളാണ്. ഭഗവാന്റെ കഥകളൊക്കെ ലീലകളാണെന്നാണ്. കാരണം ഭഗവാൻ അങ്ങനെ ചെയ്യുന്നു എന്നല്ല, ലീലയാടുന്നു. ഒരു കളിയായിട്ടാണ് ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നതും അല്ലെങ്കിൽ സംഹരിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ഏറ്റവും പാവനമായതിൽ പാവനമായതും ഏറ്റവും ശ്രേയസ്സേറുന്നതിൽ ശ്രേയസ്സേറുന്നതും കൃഷ്ണപ്രാപ്തിക്ക് കാരണവുമായിരിക്കുന്ന എന്താണോ ഉള്ളത് അതിനെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ സൂതൻ പറഞ്ഞു, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. കാരണം എന്തുകൊണ്ടാണ്? അത് ഭക്തിയോഗമർദ്ധനം യച്ച കൃഷ്ണ സന്തോഷഹേതുകം സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം. ഇതൊക്കെയാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. സംസാര ഭയത്തെ ഇല്ലാതെയാക്കുന്നത്, ഭക്തിയെ വർദ്ധിപ്പിക്കുന്നത്, അതേപോലെ തന്നെ ശ്രീകൃഷ്ണനിൽ സന്തോഷത്തെ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞു തരാം, സാവധാനതയാശ്രുന്നു. ഭാഗവതം കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാവധാനതയാശ്രുന്നു. ശ്രദ്ധയോടുകൂടി കേൾക്കണം. സമയവും നമ്മളെ മരണം പിടികൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സദാസേവ്യ സദാസേവ്യ എന്ന് ഭാഗവതം ഉറപ്പിച്ച് നമുക്ക് ഓർമ്മയായിട്ട് ഉള്ളിൽ പകർന്നു തരുന്നത്. കാരണം മരണം എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട്
മരിക്കുന്ന സമയത്ത് ഭഗവത് സ്മൃതി വേണമെന്നുള്ളത് കൊണ്ട് അവിടെ ആ മരണത്തിന് എപ്പോ വേണമെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരാമെന്നുള്ളത് കൊണ്ട് എപ്പോഴും നാമം ജപിക്കും. നാമജപത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. നാമം ജപിക്കണമെന്ന തോന്നൽ തന്നെ ആ ജീവനെ ശുദ്ധീകരിക്കുമ്പോൾ, മറ്റ് മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ജപിക്കുമ്പോൾ വളരെ ദ്രവ്യശുദ്ധി, അതേപോലെ തന്നെ മനഃശുദ്ധി, സ്ഥലശുദ്ധി, ഇതൊക്കെ നോക്കേണ്ടതുണ്ട്. നാമത്തിന്റെ കാര്യത്തിൽ അങ്ങനെയില്ല. നാമജപം അത് വേണമെന്ന് തോന്നിയാൽ തന്നെ ശുദ്ധമാവും. അതുപോലെ തന്നെ ഏത് സമയത്തും ജപിക്കാവുന്നതാണ്, ആർക്കും ജപിക്കാവുന്നതാണ്. ഇതാണ് നാമത്തിന്റെ പ്രത്യേകത. ജന്മാന്തരങ്ങളിലെ പുണ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഭാഗവതം കിട്ടുകയുള്ളൂ, എല്ലാവർക്കും കിട്ടില്ല. എത്രയോ ആളുകൾ ലോകത്തുണ്ട്, പക്ഷെ ഭാഗവതം കേൾക്കണമെങ്കിൽ, അതിനെ അനുഭവിക്കണമെങ്കിൽ അന്യാദൃശമായ ഒരു അനുഗ്രഹം ഭഗവാനിൽ നിന്നുണ്ടാവണം. പണമുണ്ടായത് കൊണ്ടോ, അധികാരമുണ്ടായത് കൊണ്ടോ, ഉന്നത കുലത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ മറ്റൊരു ആ വർണ്ണത്തിൽപ്പെട്ട ആളാണ്, ഇതുകൊണ്ടൊന്നും ഫലമില്ല. രാജാവിന് പോലും ഈ ഭഗവാന്റെ കഥകൾ കേൾക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഇവിടെ പറഞ്ഞു ശ്രീമദ് ഭാഗവതം ശാസ്ത്രം, ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം, നിത്യസത്യമാണ് ശ്രീമദ് ഭാഗവതം. അതിനൊരു മാറ്റവും ഇല്ല. എനിക്കിത് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ, സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ് ശൗനകാദികളോട്. ഞാൻ അന്ന് ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ മുഖാരവിന്ദത്തിൽ നിന്നും ആ മുഖദാവിൽ നിന്നും ഭഗവത് കഥകളെ കേൾക്കാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി പരീക്ഷത്തിനോടൊപ്പം കഥ കേൾക്കാനിരിക്കുന്ന സമയത്ത് അവിടേക്ക് ദേവന്മാര് കടന്നു വന്നു. ദേവന്മാര് വന്ന് ആ ശുഗനെ നമസ്കരിച്ചു. എന്നിട്ടോ ശുഗം നത്വാവതൻ സർവേ സ്വകാര്യകുശലാസുരാഹ. എന്താ ഈ ദേവന്മാരെ കുറിച്ച് പറയുന്നത്? അവരവരുടെ കാര്യത്തിൽ സ്വകാര്യം, അവനവന്റെ കാര്യം നടപ്പാക്കാൻ വലിയ താല്പര്യം, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല എന്നാണ് ദേവന്മാരെ കുറിച്ച് ഈ സൂതൻ പറയുന്നത്. കാരണം എന്താ, അവിടെ വന്നിട്ട് പരീക്ഷത്തിന് കഥാമൃതത്തെ കൊടുക്കാൻ പുറപ്പെടുന്ന ശ്രീശുക ബ്രഹ്മർഷിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദാ ഞങ്ങളുടെ ഈ സുധാകുംഭം ഗൃഹീത്വൈവ. ഇവിടെ പറയാണ്, സുധാകുംഭം പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, കഥാസുധാം പ്രേക്ഷസ്വ ഗൃഹീത്വൈവ സുധാമിമ. അങ്ങ് ഈ പരീക്ഷത്തിന് അമരത്വത്തിലേക്ക് എത്താൻ, മരണത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങ് വായിക്കണത്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള അമൃത് അങ്ങക്ക് തരാം, അത് പരീക്ഷയ്ക്ക് കൊടുത്തോളൂ. അമൃത് കഴിച്ചാൽ പിന്നെ അയാളെ മരണം ബാധിക്കില്ല. അതിന് പകരം ഞങ്ങൾക്ക് ആ കഥാമൃതത്തെ തരൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രീശുക ബ്രഹ്മർഷി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ക്വ സുധ ക്വ കഥാലോകെ ക്വ കാച ക്വ മണിർമഹാൽ. നിങ്ങളുടെ സുധ മണ്ണ് പോലെയും ഈ കഥാസുധ എന്ന് പറയുന്നത്, കഥാമൃതം എന്നുള്ളത് രത്നം പോലെയുമാണ് എന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ ഈ അമൃത തന്നിട്ട് അതിന് പകരമായിട്ട് ഈ കഥാമൃതത്തെ സ്വീകരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത് തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. നിങ്ങൾക്കിത് തരാൻ സാധിക്കില്ല. കാരണം എന്താ, അഭക്തന്മാർക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇതിന്റെ നിയമം. അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല. എനിക്ക് മനസ്സിലായി, ശ്രീമദ് ഭാഗവതി വാർത്ത സുരാണാമപി ദുർലഭ. ദേവന്മാർക്ക് പോലും അതിദുർലഭമാണ് ശ്രീമദ് ഭാഗവതം എന്ന ശ്രീശുക ബ്രഹ്മർഷിയുടെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. അങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. സൂതൻ പറഞ്ഞു. ആ സൂതന്റെ വാക്കുകൾക്ക് ശൗനകൻ ഒരു മറുചോദ്യം ചോദിച്ചു. ഈ നാരദനും സനകാദി യോഗീശ്വരന്മാരും തമ്മിൽ സംഗമമുണ്ടായി എന്നും അതേ തുടർന്ന് സനകാദി യോഗീശ്വരന്മാര് നാരദനെ മുഖ്യ ശ്രോതാവാക്കി ഒരു സപ്താഹം നടത്തി എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സംഗമം എപ്പോഴാണ് ഉണ്ടായത്, എന്താണ് അതിന് കാരണം എന്നൊക്കെ ചോദിക്കുന്നു ശൗനകൻ. അതിന് മറുപടിയായി ഈ സൂതൻ പറഞ്ഞു, ഇവിടെ സനകാദി യോഗീശ്വരന്മാരൊരിക്കൽ ഹിമാലയ സാനുക്കളിൽ ആ തെക്ക് ഭാഗത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നാരദ മഹർഷിയെ കണ്ടപ്പോൾ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. ഇവര് നാരദനോട് ചോദിച്ചു, കഥം ബ്രഹ്മൻ ദീനമുഖ, അങ്ങേക്ക് എന്താണോ വല്ലാത്തൊരു വിഷമം, എന്താണെങ്കിലും പറയൂ എന്ന് പറഞ്ഞു. നാരദ മഹർഷി അത് കേട്ടപ്പോൾ പറഞ്ഞു, ഞാൻ എന്താണ് ഇനി പറയേണ്ടത്?
കലിയുഗം ആരംഭിച്ചു. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയപ്പോൾ കലിയുഗം ആരംഭിച്ചു. അപ്പൊ ഈ കലിയുഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പലയിടത്തും സന്ദർശിച്ചു. അങ്ങനെ സന്ദർശിച്ചപ്പോ നാവശ്യം കുത്രചിത് ധർമ്മ മനസ്സന്തോഷകാരകം, ഒരു സ്ഥലത്തും ധർമ്മം വേണ്ട പോലെ അനുവർത്തിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. സത്യമില്ല, തപസ്സില്ല, ശുദ്ധിയില്ല, ദയയില്ല, ദാനമില്ല. എല്ലാ ആളുകളും കേവലം അവരവരുടെ വയറ് നിറയ്ക്കുക എന്ന ഏക ഉദ്ദേശത്തോടു കൂടി കഴിയുന്നവരായി മാറി. ഞാൻ പലയിടത്തും പോയി. ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം, ഇങ്ങനെ സ്ഥലത്തൊക്കെ പോയി. എങ്കിലും അവിടെയൊന്നും എനിക്ക് ഈ തരത്തിലുള്ള ഒരു സന്തോഷത്തിന് കാരണമായ മനസ്സന്തോഷകാരകം ആയിരിക്കുന്ന ഒരു കാര്യവും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യമുനാ നദിയുടെ തീരത്തേക്ക് ഞാൻ എത്തി. അവിടെ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു ഞാൻ. ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നു. ആ പെൺകുട്ടിയുടെ മടിയിൽ രണ്ടുപേർ കിടക്കുന്നു. ആ മടിയിൽ കിടക്കുന്ന രണ്ടുപേരും പടുവൃദ്ധന്മാരാണ്. പെൺകുട്ടി യുവതിയാണ്. പെൺകുട്ടിയെ സഹായിക്കാനായിട്ട് 6-7 പെൺകുട്ടികളുണ്ട്. ഞാൻ അതിലൂടെ കടന്നു പോയപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ ദുഃഖത്തിൽ നിന്നൊരു മോചനമുണ്ടാവാൻ അല്ലയോ മഹാത്മൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നു. നാരദൻ സനകാദികളോട് പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ ആരാണ്? വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം, നിന്റെ ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് എന്നോട് പറയൂ എന്ന് അവിടെ സൂചിപ്പിച്ചു. നാരദ മഹർഷി സനൽകുമാരന്മാരോട് പറഞ്ഞു. സത്യത്തിൽ ആ പെൺകുട്ടി പറഞ്ഞു, അഹം ഭക്തി വിധിഖ്യാത, ഞാൻ ആരാണ്? ഞാൻ ഭക്തിയാണ്. ഭക്തി എന്ന പേരിൽ ലോക പ്രസിദ്ധയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇടക്കാലം വെച്ച് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ എൻ്റെ ആ ശക്തി കുറഞ്ഞു. ഭക്തിയുടെ ശക്തി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ, ലൗകികത കൂടുതൽ വർദ്ധിച്ചു ലോകത്ത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും വലിയ ജീർണത്വം ഉണ്ടായി. ഭഗവാന്റെ തന്നെ നിത്യസാന്നിധ്യമുള്ള യമുനാ നദിയുടെ തീരത്ത് എത്തിയപ്പോ വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി, എനിക്ക് യൗവനം തിരിച്ചു കിട്ടി. എനിക്ക് വാർദ്ധക്യത്തിലേക്ക് പോയ അവസ്ഥയായിരുന്നു, പക്ഷേ എനിക്ക് യൗവനം തിരിച്ചു കിട്ടി. എന്നാൽ എൻ്റെ ഒപ്പമുള്ള ഈ 2 പേര്, നാരദൻ ചോദിച്ചു ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ മക്കളാണ്, ജ്ഞാനവും വൈരാഗ്യവുമാണ്. ഇവർക്ക് വല്ലാത്ത ക്ഷീണം സംഭവിച്ചു. ഇവർക്ക് ജരാനരകൾ ബാധിച്ചു കലിയുഗം ആരംഭിച്ചപ്പോൾ, അല്ലെ? ജ്ഞാനമാകുന്ന അറിവും അതേപോലെ തന്നെ വൈരാഗ്യം എന്നുള്ള എല്ലാത്തിനെയും ഉപേക്ഷിക്കാനുള്ള അനാസക്തമായൊരു മനസ്സും ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ് കലിയുഗത്തിൽ, ഭക്തി ഉണ്ടെങ്കിൽ പോലും. അപ്പോ ഇവിടെ പറയുകയാണ്, ഈ രീതിയിൽ എൻ്റെ മക്കളുടെ അവസ്ഥ വലിയ കഷ്ടമാണ്. അവരിതാ കിടക്കണ നോക്കൂ, കണ്ടാൽ എന്നേക്കാൾ പ്രായമുള്ളവരാണെന്ന് തോന്നും. അവരുടെ ആ ശരീരത്തിന് ജരാനരകൾ ബാധിച്ചിരിക്കുന്നു. എങ്ങനെ എനിക്കിതെന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് ആ പെൺകുട്ടി, ആ ഭക്തി ദേവി എന്നോട് ചോദിച്ചു. നാമങ്ങളിൽ ഈ 5 നാമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭക്തി ദേവി പാടിയ വളരെ വിശേഷമായിട്ടുള്ള നാമങ്ങളാണ്. ഇതിനെ നിരന്തരം ജപിച്ചാൽ നമ്മളിലും ഭക്തി ഉണരും, ഭക്തി ഉറയ്ക്കും എന്ന് പറയുന്നു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി. അപ്പം ആ രീതിയിൽ സപ്താഹത്തിന്റെ അവിടേക്ക് എത്തിയ ഭക്തി ദേവി കാക്കൽ വീണ് നമസ്കരിച്ചു. സനൽകുമാരാദികളുടെ കാക്കൽ വീണ് നമസ്കരിച്ചിട്ട് ചോദിച്ചു, ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എവിടെ നാമസങ്കീർത്തനം നടക്കണോ, എവിടെ സപ്താഹങ്ങൾ നടക്കണോ അവിടെ ദേവി ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഭക്തി ദേവിയെ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. ഭക്തി ദേവിയുടെ എവിടെയുണ്ടോ അത് ഒരു നീചഗൃഹമാണെങ്കിൽ പോലും അവിടേക്ക് ഭഗവാൻ എത്തിച്ചേരുന്നതാണ്. ഇവിടെ സപ്താഹത്തിന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയപീഠികയിൽ ഭക്തി ദേവി തെളിയാൻ തുടങ്ങിയതോടുകൂടി എല്ലാവർക്കും വലിയ ആനന്ദമായി. ആ സമയത്ത് ഭക്തി ദേവി ഈ ജീവന്റെ മനസ്സിനകത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം. അപ്പോ സനകാദി യോഗീശ്വരന്മാർക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ഈ പാപങ്ങൾ പലതും പറഞ്ഞല്ലോ, പലതരത്തിലുള്ള പാപങ്ങൾ, അച്ഛനെ കൊല്ലുക, അമ്മയെ കൊല്ലുക, പശുവിനെ കൊല്ലുക, ഇങ്ങനെയുള്ള
ബ്രഹ്മഹത്യാ പാപങ്ങൾ പോലും ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്താൽ പോലും അവർക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞ് ഒരു കഥ പറഞ്ഞു. ഞാൻ ഒരു ഇതിഹാസത്തെ പറഞ്ഞു തരാം. അത് ആരുടെ ഇതിഹാസമാണ്? അത് ആത്മദേവന്റെയാണ്. തുംഗഭദ്ര നദിയുടെ തീരത്ത് ഒരു ആശ്രമം, അവിടെ ആത്മദേവൻ എന്ന ഒരു ബ്രാഹ്മണൻ കഴിയുന്നു. ആത്മദേവന്റെ പത്നിയുടെ പേര് ധുന്ധുലി എന്നാണ്. അപ്പൊ ഈ ധുന്ധുലിയുടെ പ്രത്യേകത എന്താ? അവൾക്ക് പ്രസവിക്കാൻ ഇഷ്ടമല്ല. ലാളനെ പാലനെ ദുഃഖം. ഇതാണിപ്പോ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ധുന്ധുലി പറയുന്നത്. കുട്ടികൾ ഉണ്ടാവുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേറെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാം? കുട്ടികൾ ഇല്ലാതിരിക്കുകയാണ് നല്ലത് എന്നാണ് അവളുടെ കണ്ടുപിടുത്തം. പക്ഷേ ആത്മദേവന് പുത്രഭാഗ്യം ഉണ്ടാവണമെന്ന് വലിയ മോഹം. അങ്ങനെ കുട്ടികൾ ഉണ്ടാവണില്ല. അവസാനം ആത്മദേവനെല്ലാം ഉപേക്ഷിച്ച് ഒരു നദിയുടെ തീരത്ത്, കാടിനകത്ത് ഒരു നദിയുടെ തീരത്ത് വളരെ വിഷാദത്തോടു കൂടിയിരിക്കുമ്പോൾ അവിടേക്ക് ഒരു യതി കടന്നു വന്നു. യതി വന്നിട്ട് എന്താ ചോദിച്ചത്? എന്താണ് അങ്ങയുടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അങ്ങ് എന്താണെങ്കിലും പറയൂ എന്ന് പറഞ്ഞപ്പോൾ കഥകളൊക്കെ പറഞ്ഞു. അത് കേട്ടിട്ട് യതി പറഞ്ഞു, അങ്ങക്ക് ഈ ജന്മം എന്നല്ല, സപ്തജന്മാവധി തവ പുത്രോ നൈവച നൈവച, അങ്ങക്ക് 7 ജന്മം പുത്രൻ ഉണ്ടാവാനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ട് ആ മോഹം ഉപേക്ഷിച്ചോളൂ, ഭഗവാനെ ഭജിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും ആത്മദേവന്റെ ദുഃഖത്തിന് അറുതി ഉണ്ടായില്ല. ആത്മദേവൻ പറഞ്ഞു, അങ്ങുകൂടി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ശരീരം ഉപേക്ഷിക്കും, ഞാൻ ഇനി ജീവിക്കണില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ആത്മദേവന്റെ ദൃഢനിശ്ചയത്തെ തുടർന്ന് യതി ഒരു പഴം ആത്മദേവന് കൊടുത്തു. ആത്മദേവനോട് പറഞ്ഞു, അങ്ങ് ഇത് കൊണ്ടുപോവുക, അങ്ങയുടെ പത്നിക്ക് കൊടുക്കുക, അങ്ങയുടെ പത്നി ഗർഭിണിയാവും, അങ്ങക്ക് ഒരു പുത്രൻ ജനിക്കും. ഈ പഴം ആര് കഴിക്കുന്നുവോ അവർക്ക് ഒരു പുത്രൻ ജനിക്കും, ഇതെന്റെ ഉറപ്പാണ്. അങ്ങനെ ആത്മദേവൻ വലിയ സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നു. തൻ്റെ പത്നിയെ വിളിച്ചു, ധുന്ധുലിയുടെ കയ്യിൽ പഴം കൊടുത്തു, നീ ഇത് കഴിക്കണം, നമുക്ക് പുത്രഭാഗ്യം ഉണ്ടാവാൻ പോവുകയാണ്. യതിയുടെ അനുഗ്രഹം കൊണ്ടാണ്. തൻ്റെ ഭർത്താവ് അങ്ങോട്ട് മാറിപ്പോയപ്പോൾ ഈ ധുന്ധുലി ആലോചിച്ചു, ഇതെങ്ങാനും കഴിച്ചിട്ട് തനിക്ക് ഗർഭമുണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ലാളനെ പാലനെ ദുഃഖം, എല്ലാ സമയത്തും ദുഃഖമാണ്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. ഇനി എന്ത് ചെയ്യണം? എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് കിട്ടിയ പഴം തൊഴുത്തിൽ നിൽക്കുന്ന പശുവിന് കൊടുത്തു. അപ്പോഴാണ് ഈ ധുന്ധുലിയുടെ അനുജത്തി വരുന്നു. അവളെ ഇടത്തിയോട് ചോദിച്ചു, ഇടത്തിക്ക് എന്താ ഇത്ര വിഷമം? അപ്പൊ ഇടത്തി പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. അനിയത്തിയോട് ഇടത്തി പറഞ്ഞു. അപ്പൊ അനിയത്തി പറഞ്ഞു, ഇടത്തി ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഏടത്തിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കുക, അതേപോലെ പ്രസവകാലത്തെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയല്ലേ, അതൊന്നും അനുഭവിക്കേണ്ട. അതിന് പകരം എന്ത് വേണം? ഏടത്തി കുറച്ച് പണം എൻ്റെ ഭർത്താവിന് കൊടുത്താൽ മതി. അങ്ങനെ ഭർത്താവിന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ ഏടത്തിക്ക് തരാം, ഞാനിപ്പോൾ ഗർഭിണിയാണ്. അനിയത്തി പറയുകയാണ്. ഏടത്തിക്ക് വലിയ സന്തോഷമായി. അപ്പൊ പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട് ഈ കാര്യം അറിയിക്കാനേ പാടില്ല. ആത്മദേവൻ തൻ്റെ ഭാര്യയ്ക്ക് പഴം കൊടുത്തതിൻ്റെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അവസാനം എന്ത് തീർച്ചപ്പെടുത്തി? അനുജത്തി പറഞ്ഞു, എനിക്ക് കുഞ്ഞുണ്ടായാൽ ഉടനെ ആ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് എനിക്കുണ്ടാവുന്ന കുഞ്ഞിനെ ഞാൻ ഏടത്തിക്ക് തരാം, അതിന് പകരം ഭർത്താവിന് പണം കൊടുത്താൽ മതി. ഏടത്തി അത് സമ്മതിച്ചു. അതിനുശേഷം ആ തൊഴുത്തില് പശുവിനും ഗർഭമുള്ളതായിട്ട് മനസ്സിലാവുന്നു. അനുജത്തിയുടെ വീട്ടിൽ പോയി താമസിക്കാം, ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചാൽ വല്ലാത്ത വിഷമങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ധുന്ധുലി പോവുകയും ചെയ്തു. എല്ലാം പറഞ്ഞുറപ്പിച്ച പോലെ ഭംഗിയായിട്ട് നടന്നു. അനുജത്തിക്കുണ്ടായ കുഞ്ഞിനെ പണം കൊടുത്ത് ഏടത്തി വാങ്ങി സ്വന്തം പുത്രൻ എന്നുള്ള രീതിയിൽ വളർത്താൻ തുടങ്ങി. അപ്പോ ഈ രീതിയിൽ പണം കൊടുത്ത് വാങ്ങുന്ന ഒരാളുടെ പുത്രൻ എങ്ങനെയാ ഉണ്ടാവുക? അതേ സ്വഭാവം അല്ലേ? മഹാഖലഹ എന്ന് പറയുന്നത്, മഹാദുഷ്ടനായി തീർന്നു. അപ്പൊ ഈ ധുന്ധുലി എന്ത് ചെയ്തു? തൻ്റെ മകനാണ് എന്ന് ലോകം അറിയട്ടെ, അതിനുവേണ്ടി തൻ്റെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ മകനും കൊടുത്തു. അപ്പൊ ധുന്ധുലി എന്ന അമ്മയ്ക്ക് പേര്, മകന്റെ പേര് ധുന്ധുകാരി എന്നാണ്. അങ്ങനെയൊക്കെ പേരിടുന്ന ഏർപ്പാടുണ്ട് അല്ലേ? അച്ഛൻ്റെ പേര്
അമ്മയുടെ പേര്, അതിൻ്റെ ആദ്യത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരം, ചിലപ്പോൾ അവസാനത്തെ അക്ഷരം, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം ഈ അമ്മയുടെ പേരും അച്ഛൻ്റെ പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഏതായാലും ഇങ്ങനെ ആ അനുജത്തിയുടെ മകനെ ധുന്ധുകാരി എന്ന പേരിട്ടും കൊണ്ട് ഇവിടെ ആത്മദേവന്റെ ഭാര്യ വേണ്ട പോലെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ 3 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആ ധുന്ധുലിക്ക് പുത്രനുണ്ടായി എന്ന് അറിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ തൊഴുത്തിലെ പശുവും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അപ്പൊ ഇത് കേട്ടിട്ട് ഇങ്ങനെ പശു ഒരു മനുഷ്യക്കുട്ടിയെ പ്രസവിച്ചു എന്ന് വാർത്ത കേട്ടാൽ എന്തുണ്ടാവും? നമ്മളെല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി കാണാം എന്ന് വിചാരിക്കും. ഇന്നൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ അറിയും നമ്മൾ, അല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ ഉടനെ തന്നെ വരും, ദാ പശു പ്രസവിച്ചത്, പിന്നെ ഒന്നും പറയില്ല. അപ്പൊ നമുക്ക് വല്ലാത്തൊരാഗ്രഹം, ഇത് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോഴാണ് പശു പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയുടെ പ്രത്യേകത എന്താ? പശുവിനെ പോലെ ചെവി, ആ ഗോകർണം ആണ്, പശുവിന്റെ ചെവി പോലെയുള്ള ചെവികളോട് കൂടിയവൻ. ബാക്കി ശരീരം ഒക്കെ മനുഷ്യരുടേതിന് തുല്യവുമാണ്. അപ്പോ ഈ ആത്മദേവൻ എന്ത് ചെയ്തു? ആദ്യത്തെ കുട്ടിക്ക് ധുന്ധുകാരി എന്ന് പേരിട്ടു. രണ്ടാമത്തെ കുട്ടിക്ക് ഈ ചെവി പശുവിനെ പോലെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഗോകർണം തം സുതം ദൃഷ്ടുവ, ഗോകർണനായിരിക്കുന്ന പശുവിന്റെ ചെവിയോട് കൂടിയിട്ടുള്ള ആ കുഞ്ഞിനെ കണ്ടപ്പോ ആ കുഞ്ഞിന് എന്ത് പേര് കൊടുത്തു? ഗോകർണൻ എന്ന് പേര് കൊടുത്തു. അപ്പോ പണ്ടൊരിക്കൽ ചോദിച്ചു, എന്താണ് ഈ കുട്ടിക്ക് ഇങ്ങനെ പേരിട്ടത്? ചിലപ്പോ ഒക്കെ മോഹം ഉണ്ടാവും, അല്ലെ? വിനയൻ എന്ന് പേരിട്ടു. ഇവൻ ജീവിതത്തിൽ എപ്പോഴും വിനയുള്ള ആളായിരിക്കും എന്ന് വിചാരിക്കും. എന്നിട്ട് എവിടെ യാതൊരു വിനയവും ഇല്ല. വിജയൻ എന്ന് പേരിട്ടു, ജയൻ എന്ന് പേരിട്ടു. ജീവിതത്തിൽ ഇന്നേ വരെ 10 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടില്ല. എപ്പോഴും പരാജയൻ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പേരിടലും അവരുടെ സ്വഭാവം തമ്മിൽ ചേർച്ച ഉണ്ടാവില്ല. ചിലപ്പോൾ രൂപം കൊണ്ട്, രൂപം സുന്ദരൻ എന്ന് പേര് പറഞ്ഞിട്ട് കാര്യമില്ല, ആ കാര്യം മാത്രം അടുത്തുകൂടെ പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതേപോലെ ഈ കണ്ണൻ എന്ന് പേരിട്ടപ്പോ കുട്ടി ചോദിച്ചു, എന്താ എനിക്ക് കണ്ണൻ എന്ന് പേരിട്ടതെന്ന് ചോദിച്ചപ്പോ ഈ ഗോകർണനെ പോലെ പശുവിന്റെ ചെവിയുള്ളത് കൊണ്ട് ഗോകർണനെ ഇട്ടു എന്ന് പറഞ്ഞ പോലെ നിന്റെ കണ്ണിന് നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് നിനക്ക് കണ്ണൻ എന്ന് പേരിട്ടു. ഈ പൂർണ്ണമായി കാണാൻ സാധിച്ചു. മറ്റേയാളവും അച്ഛനും അമ്മയും ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് മഹാകർണനെ നമ്മൾ ഉപദേശിക്കുകയും വേണ്ട, എല്ലാം വേണ്ടതുപോലെ ചെയ്യുന്ന ആളാണ്. മറ്റേയാളും വേണ്ടതുപോലെയാണ് ചെയ്യുന്നത്. ഞാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഗോകർണൻ അച്ഛനും ആശ്രയേത, നമ്മുടെ പ്രഹ്ലാദ ബാലൻ പറഞ്ഞില്ലേ, ഹിരണ്യ കഷ്ടപ്പെടല്ല വേണ്ടത് അച്ഛ എന്ന് പറഞ്ഞു കൊടുത്തില്ലേ? അതേപോലെ തന്നെ പുറത്തുപോയി മദ്യപിക്കുക, മതാനുസരമായിട്ടുള്ള സ്ത്രീകളുടെ കൂടെ സഹവാസം, വിധത്തിലുള്ള ശ്രാദ്ധങ്ങളൊക്കെ അനുഷ്ഠിച്ചു. അതിനുശേഷം പല പല രൂപങ്ങൾ അവിടെ ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നു. ആനയുടെ രൂപം, എരുമയുടെ രൂപം, പോത്തിന്റെ രൂപം നിങ്ങൾ കേൾക്കാൻ തുടങ്ങി. എന്താ ശബ്ദം പറഞ്ഞത്? അല്ലയോ ഗോകർണ അത്ഭുതത്തോടു കൂടി ആ രൂപം കണ്ടിരുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോ പറഞ്ഞു, അവരുടെ കൈ കൊണ്ട് തന്നെ എനിക്ക് ആ ദേഹത്ത് മാറത്തിട്ട് എന്നെ കൊലപ്പെടുത്തി. അതുകൊണ്ട് ഗതികിട്ടാത്ത പ്രേതമായി അറിയുന്ന ഈ ആലോചിച്ചു എന്താ വേണ്ടത്. പിറ്റേന്ന് പ്രതിയെ തടഞ്ഞു നിർത്തി തന്റെ തപശക്തി കൊണ്ട് ഈ ഗോകർണൻ സൂര്യഭഗവാൻ പറഞ്ഞു, ശ്രീമദ് ഭാഗവത സപ്താഹേ നടത്തു. ആയിട്ടൊരു ആകൃതിയില്ലാത്ത ആ ധുന്ധുകാരിയെ ഗോകർണനെ ആവാഹിച്ച് ഇങ്ങനെ 7 ദിവസമായിട്ട് ഉദ്ദേശിച്ചു. ആദ്യത്തെ ദിവസത്തെ പാരായണം പൂർത്തിയായപ്പോ ആ മുളങ്കമ്പിലെ ആദ്യത്തെ കമ്പ് പൊട്ടി. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തേത്. ഈ വിഷ്ണുവിന്റെ കാരുണ്യം കൊണ്ട് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നു. ഇതേ തുടർന്ന് ഗോകർണന് വലിയ അത്ഭുതമായി. കാരണം കുറേ ആളുകൾ ഭാഗവതം കേട്ടിട്ട് എന്താണ് ഒരേ ഒരു ധുന്ധുകാരിക്ക് മാത്രം മോക്ഷം എന്നുള്ളതാണ് ഗോകർണനുണ്ടായ സംശയം. ഹരിദാസന്മാര്, ഭഗവാന്റെ പാർഷദന്മാര് വന്നപ്പോ ഗോകർണൻ അത് തുറന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ശ്രവണസ്യ വിഭേദേന പോലെയാക്കി ഗോകർണനെയും എന്ന് പറഞ്ഞു. അവിടെയുള്ള ആളുകൾ മുഴുവൻ ഗോകർണനോടൊപ്പം ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. വൈകുണ്ഠപ്രാപ്തി നേടിക്കൊടുക്കുന്നതാണ് ഈ ഭാഗവതം എന്ന് അവിടെ സൂചിപ്പിച്ചു. അപ്പോഴാണ്
അടുത്തതായിട്ട് ചോദിച്ച എങ്ങനെയാണ് ഒരു സപ്താഹം നടത്തേണ്ടത്, അതിന്റെ ശ്രവണവിധി എന്താണ് എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് സർഗാധിയോഗീശ്വരന്മാര് പറഞ്ഞു, ഒരു മുഹൂർത്തമൊക്കെ കണ്ടെത്തി ആ വേണ്ട രീതിയിൽ നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ അതിന് കാലാനുസരണമായിട്ട് ചില മാറ്റങ്ങൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആളുകളെ അറിയിക്കുക, പണ്ടൊക്കെ ആളെ വിട്ട് ഇന്ന സപ്താഹം നടക്കേണ്ടി വരണമെന്ന് പറയാം. ഇപ്പൊ അങ്ങനെയല്ല, ഒരു കത്തയക്കുക, അതല്ലെങ്കിൽ പുതിയ രീതിയിൽ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഈ പുതിയ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ വിവരങ്ങൾ അറിയിക്കുക. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഭഗവാനിൽ ഭക്തി ഉണ്ടാവുകയും ഭാഗവതം കേൾക്കുകയും വേണമെന്നാണ്. ഇതെല്ലാം മോശമാണെന്നൊക്കെ ഒരു അഭിപ്രായം നമുക്കുണ്ട് അല്ലേ? നമ്മൾ പറയാറുണ്ട് മൊബൈലൊക്കെ മോശമാണ്. മൊബൈലല്ല മോശം, മൊബൈലിനെ ഉപയോഗിക്കുന്ന രീതിയാണ് മോശം. ഒരു കത്രിക വേണമെങ്കിൽ ഒരാളെ കുത്തിക്കൊല്ലാനുള്ള ആയുധമാക്കി മാറ്റാം. അതേ കത്രിക തന്നെ അറിവുള്ള പരിണതപ്രജ്ഞനായ ഒരു ഡോക്ടറുടെ കയ്യിൽ കിട്ടിയാൽ അതേ കത്രിക മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണമായിട്ട് മാറും. നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു, എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും ആ സപ്താഹ വിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിട്ട് പറഞ്ഞു, നമ്മൾ കാലത്തൊക്കെ സമൂഹ പ്രാർത്ഥനയായിട്ട് ചൊല്ലുകയും സമർപ്പിക്കുകയും ചെയ്യും. സംസാര സാഗരേമഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാൽ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയെ വഹി. ഭഗവാനെ പൂജിക്കണം. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ അക്ഷരസ്വരൂപമാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെയും പൂജിക്കണം. ശ്രീമദ് ഭാഗവതസ്യാപി തഥ പൂജയ തഥാ പൂജാ പ്രയത്നത എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം അവിടെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ശ്രവണ വിധിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് അവിടേക്ക് ആ ശിശുക ബ്രഹ്മർഷി എത്തിച്ചേരുന്നു. ശിശു ബ്രഹ്മർഷിക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനമൊക്കെ കൊടുത്തു. അവിടെ ഇരുത്തി ശിശു ബ്രഹ്മർഷി പറഞ്ഞു, നിഗമകൽപ്പതരോർഗലിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക. അല്ലയോ രസികന്മാരെ, അല്ലയോ ഭാഗ്യവാന്മാരെ, നിങ്ങൾ വേദസാരമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ ആവോളം പാനം ചെയ്യും.